റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണ തന്ത്രം മാറ്റി ബി ജെ പി സ്ഥാനാർത്ഥി മണ്ണിന്റെ മകനെന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഇത്തവണ താമര വിരിയുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മണ്ഡലത്തിൽ മുഴുവൻ തനിക്ക് അനുകൂല തരംഗമാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് വാദിക്കുന്നു. रायबरेली में कमल खिल रहा, मैं इतने जानता हूँ, बाकी गला खराब बोल नहीं पाऊँ. मैं रायबरेली के बारे में जानता हूँ, रायबरेली में कमल खिल रहा है, आपको दिख रहा है. നാടിന്റെ മകൻ എന്നാണ് റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പുതിയ ടാഗ് ലൈൻ. ദേശ് കാ ബേട്ട പോസ്റ്റർ വ്യാപകമായി ഒട്ടിച്ചു തുടങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വിജയിച്ചാലും മണ്ഡലത്തിൽ ഉണ്ടാകില്ലെന്നാണ് ദിനേശ് പ്രതാപ് സിംഗ് ആരോപിക്കുന്നത്. ദിനേശ് പ്രതാപ് സിംഗ് മത്സരിച്ചപ്പോൾ 2014 അപേക്ഷിച്ച് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 24% കുറക്കാൻ കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേരെന്താണെന്ന് ദിനേശ് പ്രതാപ് സിംഗ് വിളിച്ചു ചോദിക്കുമ്പോൾ ബി ജെ പിക്കാരുടെ പ്രതികരണം ഇങ്ങനെ: अमेठी का छोड़ के वायनाड पहुंच के वायनाड छोड़ के रायबरेली आएंगे और रायबरेली छोड़ के कहूं और उनका जाइन कहे ये पक्का है, कहूं न कहूं चाहे जहां जाए लेकिन चलेंगे. लेकिन आप हमको बताएं. 2018 കോൺഗ്രസിൽ നിന്നും ദിനേശ് പ്രതാപ് സിംഗ് ബി ജെ പിയിൽ ചേർന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ഇദ്ദേഹം യോഗി ആദിത്യനാഥ് മന്ത്രിസഭാ അംഗമാണ്. 7 ദിവസവും 24 മണിക്കൂറും റായ്ബറേലിക്കാരോട് ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് ദിനേശ് സിംഗ് ഇവിടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. റായ്ബറേലിയിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം ഡി ധനസുമോത്, മീഡിയ 1.